ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ടെറസ് കിച്ചണിൽ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്ന് പറയുമ്പോൾ ഇതൊരു മധുരം തന്നെയാണ്. ഇപ്പോൾ ഈ സമ്മറാണ്. പിന്നെ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, പുഡിങ്സിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊരു പുഡിങ് തന്നെയാണ്. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ജെല്ലി ഡിലൈറ്റ് പുഡിങ്. ഓക്കെ, ജെല്ലി ചേർത്ത് ചെയ്യുന്നൊരു പുഡിങ്ങാണ്. പക്ഷേ കുറച്ച് ഡിഫറെൻ്റാണ്. കുറച്ച് റൈസൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ബാസ്മതി റൈസ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരു മണിക്കൂറൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. ഒരു 1/4 കപ്പ്, അതായത് 3 ടേബിൾ സ്പൂൺ ബാസ്മതി റൈസ്, അല്ലെങ്കിൽ നല്ല ഇനം പച്ചരി ആയാലും കുഴപ്പമൊന്നുമില്ല. അത് വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അത് വേവിക്കാനായിട്ട് കുറച്ച് പാൽ, 1/4 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം ഇച്ചിരി ഒഴിച്ചിട്ട് വേവിക്കണം. പിന്നെ ഇച്ചിരി പഞ്ചസാര ചേർക്കും. ജെല്ലി നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ജെല്ലി എന്ന് പറയുമ്പോൾ ജെല്ലി ക്രിസ്റ്റൽസ് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഫ്രൂട്ട് സലാഡ്സ്, ഫലൂഡ, അങ്ങനത്തെ എല്ലാ കാര്യത്തിനും ഉപയോഗിക്കുക. അപ്പോൾ ആ ജെല്ലി ക്രിസ്റ്റൽ ഞാൻ ഓൾറെഡി താഴത്തെ കിച്ചണിൽ നമ്മുടെ കൊച്ചടുക്കളയിൽ വെച്ച് തന്നെ അത് കുക്ക് ചെയ്ത് അത് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചു. അപ്പോൾ അത് ഫ്രിഡ്ജിനകത്ത് സെറ്റായിരിപ്പുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണം നിർബന്ധമില്ല സെറ്റാകാനായിട്ട് പുറത്തിരുന്നാലും മതി, സെറ്റാകും. തണുക്കണമെങ്കിൽ മാത്രം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നെ പെട്ടെന്നാകണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചാലേ സെറ്റായി കിട്ടും. ഇതിപ്പോൾ സെറ്റായിരിക്കുവാണ്. ഇത് സ്ട്രോബെറി ഫ്ലേവേർഡാണ്. അപ്പോൾ ഇതുണ്ടാക്കിയത് കണ്ടേ മെത്തേഡ്. ഞാൻ മേടിച്ച പാക്കറ്റ് അതിൽ ഏത് ജെല്ലി വാങ്ങിച്ചാലും അതിൻ്റെ ബാക്കിലോ അതിൻ്റെ സൈഡിലോ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, ഇതെങ്ങനെ കുക്ക് ചെയ്യണം. അത് മാത്രം ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അത് ഫോളോ ചെയ്ത മെത്തേഡ് ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഇങ്ങനെ ആയത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് ഇളകി ലൂസായിരിക്കുന്നു. തിക്കാണ്, പക്ഷേ ഇത് ഇളകി വരുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ജെല്ലി ഉണ്ടാക്കുന്ന രീതി ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ ജെല്ലി ക്രിസ്റ്റൽ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഏത് കമ്പനിയുടെ ആണോ വാങ്ങുന്നത് അതിൽ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസും ഉണ്ടാകും. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് സ്ട്രോബെറി ഫ്ലേവേർഡാണ്. ഇതിലിപ്പോൾ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ഒരു 500 ml വെള്ളം ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 250 ml കപ്പാണെങ്കിൽ 2 കപ്പ്, 240 ml ആണെങ്കിൽ 2 കപ്പ് മതി, വലിയ കുഴപ്പമില്ല. 500 എന്ന് പറഞ്ഞാൽ ഏകദേശം 500 ml ഒക്കെയാണ്. നമ്മൾ പാലൊക്കെ വാങ്ങണ പോലെ അര ലിറ്ററിൻ്റെ പാൽ വാങ്ങിക്കില്ലേ, അതുപോലെ അത് ഒന്ന് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം, ബോയിലിംഗ് പോയിൻറ്റ്. അത് കഴിഞ്ഞിട്ട് ഈ ജെല്ലിക്കകത്തുള്ള ഈ പാക്കറ്റിനകത്തുള്ള എല്ലാം 2 പാക്കറ്റ്, ഇതിനകത്ത് തന്നെ ഇത് പല ജെല്ലി കമ്പനീസും പല രീതിയിലാണ്. ഇതിലിങ്ങനെ ഡബിൾ കാര്യങ്ങളുണ്ട്. കുറച്ച് ഇനിയും കാണും, അല്ലാണ്ടൊരു എക്സ്ട്രാ പാക്കറ്റ് കാണും. ഓക്കെ, ഇത് രണ്ടും ആ തിളച്ച വെള്ളത്തിലേക്ക് യോജിപ്പിക്കണം. അപ്പോൾ ഇത് രണ്ടും ആദ്യം ഒരു ബൗളിലേക്ക് തട്ടി വയ്ക്കാം. ഇതൊക്കെ നോക്കിക്കോളൂ, ഒരു ബൗളിലേക്ക്. ഇത് ഓരോ കമ്പനി ജെല്ലിയും ഡിഫറെൻറ്റ് മെത്തേഡിലാണ് ഇതിങ്ങനെ അലിയിക്കാനായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്ന കമ്പനിയുടെ ഇങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻസ്. വെള്ളം തിളയ്ക്കാറായി. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ബൗളിൽ തട്ടി വെച്ചിരിക്കുന്ന ജെല്ലി ക്രിസ്റ്റലും എല്ലാം കൂടി വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്തേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, ഇത് 2 കപ്പുണ്ട്, 500 ml. നന്നായിട്ട് ഇളക്കി അലിയിച്ചെടുക്കാം. ഇത് നന്നായിട്ട് അലിഞ്ഞു കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ സെറ്റാകുമ്പോൾ നല്ല ജെല്ലിയായിട്ട് മാറും, ഉറച്ച് കിട്ടും. പിന്നെ നമ്മൾ കഷ്ണങ്ങളായിട്ട് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കുക. ഇതിപ്പോൾ ഫ്രൂട്ട് സലാഡിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ജെല്ലി ഉപയോഗിക്കില്ലേ, അതിന് വേണ്ടി ഫെലൂഡ, അത്രേ ഉള്ളൂ, സെയിം. ഇനി ഒരു ഡിഷിലേക്ക് ഞാൻ മാറ്റും. ഓക്കെ, ഇത് അല്പം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ പെട്ടെന്നാകണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വയ്ക്കാം, അല്ലെങ്കിൽ താഴത്തെ തട്ടിൽ വെച്ചാലും മതിയാകും, ഇത് ഉറയ്ക്കുന്നവരെ. അതാണ് നമ്മുടെ ജെല്ലി മേക്കിംഗ് പ്രോസസ്സ്. അങ്ങനെ ഈ പാത്രത്തിൽ ഒഴിച്ച് വെച്ചു, അത് സെറ്റായി. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം താഴത്തെ കിച്ചണിൽ നിന്ന് മുകളിലേക്ക് വന്നു. ഇത് ഇവിടുത്തെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്, കാണിക്കാൻ വേണ്ടി എടുത്ത്. ലാസ്റ്റ് സമയമാകുമ്പോൾ നമുക്ക് പുറത്തേക്ക് എടുക്കാം. കുതിർത്ത ബസ്മതി റൈസ് ഒന്ന് വേവിക്കാം. അപ്പോൾ ഇത് അടുപ്പ് കത്തിച്ചിട്ട് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് പാലൊഴിക്കാം, എന്നിട്ട് അരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 1/2 കപ്പ് പാലൊഴിച്ചു, കുതിർത്ത അരി ചേർക്കുന്നു. ഇനി ഒന്ന് വേകട്ടെ. ഇപ്പോൾ ഒരു 1/2 കപ്പ് പാലേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇത് പോരാന്നുണ്ടെങ്കിൽ ഇച്ചിരി പാലും കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എന്തായാലും ഇതിൽ കിടന്നൊന്ന് നന്നായിട്ട് വേകണം. കുതിർത്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വെന്ത് കഴിഞ്ഞാൽ ഒരല്പം ഒന്ന് തണുപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കും. ആ സമയത്താണ് നമ്മുടെ ജെല്ലി സെറ്റായിരിക്കുന്ന ജെല്ലിയും കൂടി പുറത്തേക്ക് എടുക്കണം. കുറച്ച് പഞ്ചസാര കൂടി ചേർക്കണം. അതെല്ലാം കൂടി ചേർത്തിട്ട് പിന്നെ നല്ല ഫ്രഷ് ക്രീം ഒരു 1/2 കപ്പോളം ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ടാണ് നമ്മൾ മിക്സിയുടെ ബൗളിൽ വെച്ചിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട്
പുഡിങ് അങ്ങ് സെറ്റ് ചെയ്യും. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇതിൽ ഒരുപാട് ഐറ്റം ഒന്നുമില്ല, ആകെ 2-3 ചേരുവകൾ മാത്രം. പക്ഷേ അടിപൊളി ഒരു എക്സോട്ടിക് ആയിട്ടുള്ളൊരു പുഡിങ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. എന്ത് എളുപ്പമല്ലേ! ഇങ്ങനെ എളുപ്പമുള്ള പുഡിങ്സൊക്കെ ഉണ്ടാക്കാനാകുമ്പോൾ എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സന്തോഷം തോന്നുകയും ചെയ്യും. അപ്പോൾ ഇത് ഒരു ഡിന്നറൊക്കെ ഉള്ള ദിവസങ്ങളിൽ പുറത്തുനിന്ന് അതിഥികളെയൊക്കെ വിളിക്കുകയാണെങ്കിൽ ഒരു ഡിസേർട്ടായിട്ട് കൊടുക്കാം. പിന്നെ ഇപ്പോഴത്തെ നോമ്പ് സമയത്ത് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ കാര്യമാണ്. നല്ലതല്ലേ? നമ്മുടെ മെയിൻ കോഴ്സിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി വയ്ക്കാം, അങ്ങനെയും കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു സ്ട്രോബെറി ഫ്ലേവറിൽ ജെല്ലി ചേർക്കുന്നുണ്ട്, ആ സ്ട്രോബെറി ഫ്ലേവറും കിട്ടും, ആ ഒരു ലൈറ്റ് പിങ്ക് കളറും കിട്ടും. പിന്നെ ഇത് ഞാൻ സ്ട്രോബെറി ഫ്ലേവറിൽ ചെയ്യണു. ഇത് ഏതെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാംഗോ ഫ്ലേവറിൽ ചെയ്യണമെങ്കിൽ മാംഗോ ജെല്ലി ഉപയോഗിച്ചാൽ മതി, കളറും കുറച്ച് മാറ്റം ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പല 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 കാര്യങ്ങൾ, വെറൈറ്റീസ്, നമ്മൾ തന്നെ കുറച്ച് ഇംപ്രവൈസേഷൻസ്, നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ പലതിലും കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ ദിവസം പല കാര്യങ്ങളും ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ടെറസ് കിച്ചണിൽ. ഞാൻ ഓൾറെഡി ഒരെണ്ണം കുക്ക് ചെയ്ത് കഴിഞ്ഞു, ഇത് സെക്കൻഡാണ്. ഇനിയും സമയം കിട്ടുവാണെങ്കിൽ ഒരെണ്ണം കൂടി ചിലപ്പോൾ ഇന്നിവിടെ ഈ, പക്ഷെ നിങ്ങളിത് കാണുമ്പോൾ പല പല വീഡിയോസായിട്ട് പല ദിവസങ്ങളായിട്ടായിരിക്കും കാണാൻ പോണേ. തിള വന്ന് തുടങ്ങി, നോക്കിയേ, നല്ല മണവും കൂടി കിട്ടുന്നുണ്ട് തിളയ്ക്കുമ്പോൾ. കാര്യം ഇത് ബസ്മതി റൈസ് ആയതുകൊണ്ട് നല്ലൊരു മണം, വേകുമ്പോൾ ഒരു മണം വരുമല്ലോ. ഇത് ഏതാണ്ട് വെന്ത് വറ്റണം, ഒരുപാട് ചാറ് വേണ്ടല്ലോ. പാലിൽ കിടന്നിങ്ങനെ വെന്ത് സെറ്റായി വരും. അപ്പോൾ ആദ്യം 1/2 കപ്പ് പാലൊഴിച്ചു, ഞാൻ വീണ്ടും കുറച്ച് പാലും കൂടി ഒഴിക്കാൻ പോണു. കറക്റ്റായിട്ട് വെന്ത് വറ്റി കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 3/4 വേഗ് വെന്ത് കഴിഞ്ഞു, എങ്കിലും കുറച്ചുകൂടി വേകണം, കുറച്ച് പാൽ. അപ്പോൾ പാൽ ആവശ്യാനുസരണമാണ്. ചിലപ്പോൾ ഒരു 3/4 കപ്പ് വേണ്ടി വരും, ചിലപ്പോൾ ഒരു 1 കപ്പ്. നമ്മൾ ഏത് ബസ്മതി റൈസാണ് എടുക്കുന്നത് അതിൻ്റെ വേഗ് അനുസരിച്ചിട്ടാണ്. അത്യാവശ്യം നന്നായിട്ട് വേകണം. കുറച്ച് പാലും കൂടി ഒഴിക്കും. അപ്പോൾ 3/4 to 1 കപ്പ് പാൽ വേണ്ടി വരും. 3/4 മുതൽ 1 കപ്പ് വരെ പാൽ വേണം. ഇച്ചിരൂടെ വെന്ത് വറ്റുമ്പോൾ കറക്റ്റായിരിക്കും. ഇപ്പോൾ നോക്കിയാൽ ഏകദേശം വെന്തു നന്നായിട്ട്. ബസ്മതി റൈസ് വെന്തിട്ടുണ്ട്, പാൽ ഏതാണ്ട് വറ്റിക്കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം, അല്പം ഒന്ന് തണുക്കട്ടെ. വെന്ത് കഴിഞ്ഞു, നല്ല മണം, നല്ല ബസ്മതി റൈസ് ആകുമ്പോൾ ഒരു മണം. അപ്പോൾ ഇച്ചിരി ഒന്ന് തണുക്കണം, കാര്യം ഇതിന് നമ്മൾ അരയ്ക്കാനുള്ളതാണ്. ഇത് നന്നായിട്ടൊന്ന് തണുത്തിട്ട് ജെല്ലി ഞാൻ എടുത്തിട്ട് വരും. ഫ്രഷ് ക്രീമും ജെല്ലി, കുറച്ച് പഞ്ചസാര, ഇതെല്ലാം കൂടിയാണ്. അപ്പോൾ ഈ പഞ്ചസാര ഈ സ്റ്റേജിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചൂടിൽ കിടന്നിട്ട് പഞ്ചസാര അലിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഷുഗർ എന്ന് പറഞ്ഞാൽ 6 ടേബിൾ സ്പൂൺ വേണം. 3, 4, 5, 6. ഓക്കെ. ഇപ്പോൾ ഏതാണ്ട് ഒരു പാൽ ചോറ് മാതിരിയുണ്ട് അല്ലേ? അത് മധുരം, അതായത് ചോറ് നന്നായിട്ട് വെന്ത് ഏതാണ്ട് വറ്റി കഴിഞ്ഞിട്ട് മാത്രം പഞ്ചസാര ചേർത്താൽ മതി, അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് മതി, അല്ലെങ്കിൽ കല്ലിച്ചു പോവും. അങ്ങനെയാണല്ലോ എപ്പോഴും, നമ്മൾ മധുരം അവസാനം ചേർക്കാൻ പാടുള്ളൂ. ഇത് തണുത്തിട്ട് അപ്പോൾ ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഫ്രഷ് ക്രീം 1/2 കപ്പ്, അതുപോലെ ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീം എടുത്താൽ മതി. 250 ml, ഒരു 1/2 കപ്പ് ഏകദേശം, അങ്ങനെ തന്നെ പറയാം. ഇപ്പോൾ നമ്മുടെ ചോറ്, ബസ്മതി റൈസിൻ്റെ ആ റൈസ് പാർട്ട്, പാൽ ചോറ് തണുത്ത് കഴിഞ്ഞു. അതെ, നോക്കിക്കോളൂ. ഇനി അതെല്ലാം നമ്മൾ മിക്സിയിലേക്ക് ഓരോന്നായിട്ട് മാറ്റാം. കുറച്ച് ലൂസ് പോലെ തോന്നുന്നു, ആ പഞ്ചസാര മെൽറ്റായതാണ്. അരച്ച് വരുമ്പോൾ കറക്റ്റായിരിക്കും. കംപ്ലീറ്റ് മാറ്റിക്കഴിഞ്ഞു. ഇനി ഇത് ഒന്ന് അരച്ച് തുടങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ ചേർക്കാം. ക്രീമുണ്ട്, പിന്നെ നമ്മുടെ ജെല്ലി. അപ്പോൾ ഏതാണ്ടൊരു 1/2 പാകിൽ അരച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ഫൈൻ പേസ്റ്റ് അല്ല, ഇതങ്ങനെ ഫൈൻ പേസ്റ്റായിട്ട് വരില്ല, ചെറിയ തരി കാണും. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഒരു പാലടയൊക്കെ പോലെ കിട്ടും. ഓക്കെ, അതുപോലത്തെ ഒരു ടെക്സ്ചർ. നോക്കിക്കോളൂ. ഇനി ക്രീം ഒഴിക്കാൻ പോകണു. ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം, 250 ml ക്രീം ചേർത്ത് കഴിഞ്ഞു, ഫ്രഷ് ക്രീം. ഇനി ഇതിലേക്ക് ജെല്ലി ചേർക്കാം. ജെല്ലി കംപ്ലീറ്റ് ആയിട്ട് ചേർക്കണം, പക്ഷേ ഞാനൊരല്പം അലങ്കാരത്തിന് അല്പം ഒന്ന് മാറ്റി വെച്ചിട്ട് ചേർക്കാൻ പോകും. കുറച്ച് ഡെക്കറേഷൻ പാർട്ടിന് കുറച്ച് വയ്ക്കുന്നു.
ഇങ്ങനെ എടുത്തിട്ട് ഈ ജെല്ലി എന്ന് പറയുമ്പോൾ ജലാറ്റിൻ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പുഡിങ്ങിനെ ഇനി ഹോൾഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അതാണ് അതിൻ്റെ ഒരു തിക്കനിങ് ഏജൻറ്റ്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. യെസ്, പുഡിങ്ങിൻ്റെ കാര്യം സെറ്റിൽഡ്. ഓക്കെ, അങ്ങനെ നല്ല കുറുകിയ രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് പുഡിംഗ് ഡിഷിലേക്ക് ഞാൻ മാറ്റും. റൈസ് കുറച്ച് തരി ഉണ്ടാവും, തരിയായിട്ട്. അങ്ങനെ ഭയങ്കര ഫൈനായിട്ട് ഞാൻ അരച്ചിട്ടില്ല. വേണമെങ്കിൽ ഫൈനായിട്ട് അരയ്ക്കാം, നന്നായിട്ട് വേവിച്ചിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കാം. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നന്നായിട്ട് വെന്തിട്ട് പിന്നെ ചെറിയ തരിയോടുകൂടി ഇങ്ങനെ അരച്ചാലും മതി. ചെറുതായിട്ട് കടിക്കാൻ കിട്ടും. അതൊരു വ്യത്യാസം ഉണ്ടാവും. ഞാൻ കുറച്ച് ജെല്ലി ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ മുകളിലായിട്ട് ഇച്ചിരി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും ഇത് സെറ്റായി വരുമ്പോൾ. യെസ്, പുഡിങ് ഒരു ഹാഫ് സെറ്റായിട്ട് ചെയ്താലും മതി. ഇങ്ങനെ ചെയ്യാം. ഇതാകുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് താഴോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്, എങ്കിലും കുറച്ച് ഇങ്ങനെ പൊങ്ങി തന്നെ നിൽക്കുള്ളൂ. ഓക്കെ, ഇനി ഇത് വേറൊന്നും ചെയ്യാനില്ല, നേരെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കാം. പെട്ടെന്നാകാൻ വേണ്ടി ഞാൻ ഫ്രീസറിലേക്ക് വെക്കുന്നു. എത്ര സമയം കൊണ്ടാകുമെന്ന് അറിയില്ല, എങ്കിലും ശ്രമിക്കാം. എന്ത് ടേസ്റ്റ് അറിയോ? മിക്സിയുടെ ബൗളിൽ കുറച്ചിങ്ങനെ ഉണ്ടാവുമല്ലോ. നൈസ്, നല്ല സ്ട്രോബെറി ഫ്ലേവർ. ഒരല്പം ടേസ്റ്റ് ചെയ്ത് പറയാം. എനിക്ക് ടേസ്റ്റ് ഞാനിങ്ങനെ ആ മിക്സിയുടെ ഇതിൽ നിന്നൊക്കെ എടുത്ത് കഴിച്ചായിരുന്നു. ആയി വരുന്നതേ ഉള്ളൂ. ഒരു പീസ് ജെല്ലിയും കൂടി കിട്ടി വായിക്കാത്ത. എന്താ ടേസ്റ്റ്! ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കുന്നില്ല എനിക്ക് കേട്ടോ. ഐസ്ക്രീമിനെക്കാട്ടിലും ടേസ്റ്റാണ്. സോ യമ്മി, പറയാൻ വാക്കുകളില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, എന്നാൽ മനസ്സിലാവും. എക്സലൻ്റ് ആണ്. ഭയങ്കര നല്ലൊരു സ്ട്രോബെറി ഫ്ലേവറും ഒക്കെ വരുന്നുണ്ട്. പീസസായിട്ട് തന്നെ കട്ട് ചെയ്ത് സെർവ് ചെയ്യാൻ പറ്റും. ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളൂ. ഈ ഫ്ലേവറല്ല, നിങ്ങൾക്ക് വേറെ ഏത് ഫ്ലേവർ വേണമെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ജെല്ലി ചേർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ പുഡിങ്. ഓക്കെ, ജെല്ലി ഡിലൈറ്റ് പുഡിങ് ട്രൈ ഔട്ട് ചെയ്യും. നോമ്പിൻ്റെ ഫൈനൽ ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിൽ വെക്കാൻ പറ്റും. നമുക്ക് രാത്രിത്തെ ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ അല്ലാണ്ടൊരു തീന്മേശപ്പുറത്ത് വയ്ക്കാൻ പറ്റിയൊരു നല്ലൊരു ഡെസേർട്ട് ഐറ്റമാണ്. എങ്ങനെ നോക്കിയാലും ഇത് അടിപൊളിയാണ്. അപ്പോൾ ഉണ്ടാക്കാൻ മറക്കണ്ട. ഞാൻ തിരിച്ച് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാൻ പോകണു, കാര്യം ഇത് അതിൻ്റെ കണ്ടീഷൻ ആകണം. ഓക്കെ, ഫ്രീസായി അത് ശരിക്കും ഒന്ന് സെറ്റായി വരണം. സമയമുണ്ട്, ഇനിയിപ്പോൾ താഴത്തെ തട്ടിൽ വെച്ചാലും മതി. സെറ്റായിട്ട് ഞാൻ താഴെ കൊണ്ടുപോകും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്, കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. അതായത് കുറച്ച് യാത്രയിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ യാത്രകളുണ്ടായിരുന്നു. ഇപ്പോൾ സമയം രാവിലെ 5:30, ഏർലി മോർണിംഗ് ആണ് കേട്ടോ. 5:30 മണിയായിട്ടുള്ളൂ. ട്രിവാൻഡ്രം ടു കൊച്ചിയിലേക്കുള്ള യാത്രയാണ്. ഞാനിപ്പോൾ കൊച്ചിയിലാണ്. ഇവിടെ ബുൾഗാട്ടി പാലസ്, അവിടുത്തെ ഒരു സ്യൂട്ട് റൂമിലാണ്. അപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് വിമൻസ് ഡേയുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനാണ്. ഒന്ന് ഫ്രഷ് ആകാനായിട്ടാണ് റൂമിലേക്ക് കയറി. രാവിലെ എത്തിയതേ ഉള്ളൂ ട്രിവാൻഡ്രത്തുനിന്ന്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് മോഹമൊക്കെ ഒന്നുകൂടി ഒന്ന് മിനുക്കണം, എന്നിട്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോകുന്നു. ഓക്കെ, ഇതൊരു അടിപൊളി സ്യൂട്ട് റൂം ആട്ടോ, ഒരു കുഴപ്പമില്ല. ഞാൻ വർഷങ്ങൾക്ക് മുമ്പാണ് ബുൾഗാട്ടി പാലസിൽ വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു 10-20 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. ഭയങ്കര മാറ്റം. പാലസിൻ്റെ ഭാഗമൊക്കെ ഓക്കെയാണ്, പക്ഷേ ലോട്ട് ഓഫ് ചേഞ്ച്. സ്യൂട്ട് റൂം ഇസ് നൈസ്, ബ്യൂട്ടിഫുൾ. നല്ലതായിട്ട് ഇത് KTDCയുടെ അധീനതയിലാണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പോൾ നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം.
വെരി സ്പേഷ്യസ്. ഇത് അതിനകത്ത് ബാത്റൂം ഒരുപാടുണ്ട് കേട്ടോ. ഭയങ്കര ഗ്രാൻഡാണ്, ഒരു ഹെറിറ്റേജ് ടൈപ്പ്. അപ്പോൾ ഞാൻ റെഡിയായി കഴിഞ്ഞു. റെഡി ആയിട്ടാണ് വന്നെങ്കിലും ഒന്നുകൂടെ വെളുപ്പാങ്കാലത്ത് 4:30 മണിക്ക് വീട്ടിൽ നിന്ന് തിരിച്ചാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് 9 8:45. ഞാനിപ്പോൾ പെട്ടെന്ന് റെഡിയായി മീൻസ് മുഖമൊക്കെ ഒന്നുകൂടി ഒന്ന് ഫ്രഷായി. ഞാൻ കണ്ണൊന്നും എഴുതിയിട്ടില്ലായിരുന്നു, അതെല്ലാം എഴുതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഫ്രഷായി. ഓക്കെ, ഇനി പുറത്തേക്ക് പോകും. അവരെല്ലാം വെയിറ്റിംഗ്. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ബൈക്ക് റാലിയിൽ സ്റ്റാർട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു ക്രൂസ് ഷിപ്പിൽ ഒരു ഫങ്ഷൻ. ഓക്കെ, പാലസ് ഹാൾ. നേരെ കാണുന്നത് കൊച്ചിക്കായൽ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമാണ്. ബൈക്ക് റാലിയിൽ പങ്കെടുക്കാനെത്തിയ ലേഡി ബൈക്കേഴ്സിന്റെ ഒരു വലിയ ടീം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം തന്നെ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ തീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ടീഷർട്ട് ആൻഡ് ബ്ലാക്ക് ജീൻസ് അല്ലെങ്കിൽ പാൻസ്. എന്തായാലും അവരെല്ലാം ഒന്ന് പരിചയപ്പെട്ടു. കുറച്ച് നേരം അവരോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കിട്ടിങ്ങനെ നിൽക്കുമായിരുന്നു ഞാൻ. കാര്യം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫോർമൽ ആയിട്ടുള്ള ഒരു ഫ്ലാഗ് ഓഫ് സെറിമണിയാണ്. അതായത് ഈ ഒരു ബൈക്ക് റാലി എന്ന് തന്നെ പറയാം. കാര്യം ഈ ലേഡി ബൈക്കേഴ്സിന്റെ ബൈക്ക് റാലി. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു 2 വീലർ പോലും എനിക്ക് ഓടിക്കാൻ അറിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കര അപ്രീസിയേഷനാണ് ഇങ്ങനെ ബൈക്കെല്ലാം ഓടിക്കുന്ന ലേഡീസിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ആരാധനയാണ് അവരോട്. ഞാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചു മനസ്സിലാക്കി. ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. ഫ്ലാഗ് ഓഫ് സെറിമണി ഓഫ് ദി ബൈക്ക് റാലി. എറണാകുളം DCP ഞാനും കൂടി ചേർന്നിട്ടാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബൈക്ക് റാലി സ്റ്റാർട്ട് ചെയ്യുന്നത് ബോൾഗാട്ടി പാലസിൻ്റെ പ്രൊമൈസസിൽ നിന്നും സ്ട്രെയിറ്റ് ടു മറൈൻ ഡ്രൈവ് ആണ്. അപ്പോൾ റോഡിലൂടെ അവരെല്ലാവരും ഇങ്ങനെ സഞ്ചരിച്ച് മറൈൻ ഡ്രൈവിൻ്റെ അവിടെ എത്തും. അപ്പോൾ ഫ്ലാഗ് ഓഫ് സെറിമണി കഴിഞ്ഞ ഉടനെ തന്നെ ഞാനും ആ ഭാഗത്തേക്ക് തന്നെ പുറപ്പെട്ടു. കാരണം നമ്മുടെ മെയിൻ ഇവൻ്റ് നടക്കുന്നത് മറൈൻ ഡ്രൈവിൻ്റെ ആ ഭാഗത്താണ്. അപ്പം മറൈൻ ഡ്രൈവ് പരിസരത്ത് എത്തിക്കഴിഞ്ഞു. ഇവിടെയാണ് നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള വിമൻസ് ഡേ സെലിബ്രേഷൻ നടക്കുന്നത്. ആ വെന്യൂവിൻ്റെ ഫ്രണ്ടിൽ എത്തുമ്പോൾ തന്നെ അവിടെ ഒരു ഫെസ്റ്റിവൽ മൂഡാണ്. ശിങ്കാരി മേളം മുതലായ കാര്യങ്ങളൊക്കെ അവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയൊരു ഗ്രാൻഡ് വെൽക്കം എൻട്രി തന്നെയാണ് അവിടെ അറേഞ്ച് ചെയ്തിരുന്നത്. ഇപ്രാവശ്യത്തെ വിമൻസ് ഡേയുടെ മോട്ടോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തീം എന്ന് പറയുന്നത് ആക്സലറേറ്റ് ആക്ഷൻ എന്നാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെയാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ വിമൻസ് ഡേ സെലിബ്രേഷൻ മെട്രോ മീഡിയ ആണ് ഓർഗനൈസ് ചെയ്യുന്നത്. മെട്രോ മീഡിയ ഇൻ അസോസിയേഷൻ വിത്ത് KTDC, പിന്നെ പൂഞ്ഞിക്കര ക്യുസീന ആൻഡ് ക്ലാസിക് ഇമ്പീരിയൽ, പിന്നെ വേറെയും കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ഈ പരിപാടി വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെയിൻ ഇവൻ്റ് നടക്കാൻ പോകുന്നത് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ മറൈൻ ഡ്രൈവിൽ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട് ക്ലാസിക് ഇമ്പീരിയൽ ക്രൂയിസാണ്. അതൊരു വെസലാണ്, അതിൻ്റെ ഉള്ളിലാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്രൂയിസ് വെസൽ. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ വിമൻസ് ഡേ സെലിബ്രേഷൻ നടക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ക്ലാസിക് ഇമ്പീരിയൽ വെസലിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞു. അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളും വളരെ രസകരമാണ്. നമുക്ക് ചുറ്റും നോക്കുമ്പോൾ നമ്മളിപ്പോൾ ശരിക്കും കൊച്ചി കായലിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. മറ്റ് വെസൽസും ബോട്ട്സും ചെറു ബോട്ടുകളും ഒക്കെ കാണാം. നല്ല ബ്യൂട്ടിഫുൾ ഒരു ആംബിയൻസ് ആണ്. ആ ക്രൂസ് ഷിപ്പിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ അവിടെ വേറൊരു ഫെസ്റ്റിവൽ മോഡ് ഓൾറെഡി അറേഞ്ച്ഡ് ആണ്. കാര്യം നമ്മുടെ ഫോർമൽ ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നല്ലൊരു മ്യൂസിക്കൽ ഒരു ബാൻഡും, അതുപോലെ തന്നെ കുറച്ച് മ്യൂസിക് ബാൻഡിൻ്റെ കുറേ നല്ല നല്ല പാട്ടുകൾ, പിന്നെ ഇൻസ്ട്രുമെൻസിൻ്റെയൊക്കെ ഒരു നല്ല രീതിയിൽ ഭയങ്കര ഭംഗിയായിട്ട് ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നതെല്ലാം നമ്മൾ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം കുറച്ച് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് പെൺകുട്ടികളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സിനിമാറ്റിക് ഡാൻസ് പെർഫോമൻസ്. അപ്പോൾ അതിങ്ങനെ ഫോർമൽ ഫംഗ്ഷന് തൊട്ട് മുന്നോടിയായിട്ട് ഇതെന്നെ കണ്ട് ആസ്വദിക്കുകയാണ്. അതോടൊപ്പം ടീ ആൻഡ് സ്നാക്സ്, ഫ്രഷ് ജ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പുറത്ത് കേട്ടില്ലെന്നുള്ളൂ കൊടുത്ത് കയ്യിൽ കൂടെ പറ്റിയതാ. അങ്ങനെ
ഈ ഡാൻസും പാട്ടും ഒക്കെ കണ്ട് ഞങ്ങളിങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഫോമൽ ഫംഗ്ഷൻ്റെ സമയമാകുന്നു. അനൗൺസ്മെൻ്റ് ഒക്കെ ആയി. Respected love, I do invite Dr. Lakshmi Nair, celebrity and culinary expert. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു the very powerful hero Shri Rishi K. John, Neo Classic Cruise and Tours Private Limited, Ernakulam, Kochi. ഏറെ സ്നേഹത്തോടെ I do invite you on board, yes sir. അങ്ങനെ നിലവിളക്ക് കത്തിച്ചുകൊണ്ട് പ്രോഗ്രാമിൻ്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷനും നടത്തി കഴിഞ്ഞു. വിശിഷ്ടാതിഥികളായിട്ട് ശ്രീനിജൻ MLA ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലാസിക് ഇമ്പീരിയൽ വെസൽ, ഇപ്പം നമ്മൾ ഈ ഒരു പ്രോഗ്രാം നടത്തുന്ന ഈ ഒരു ക്രൂസ് ഷിപ്പിൻ്റെയൊക്കെ ഓണറായിട്ടുള്ള നിഷി എന്ന് പറയുന്ന മിസ്റ്റർ നിഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നിഷി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെയാണ് പൂഞ്ഞിക്കര ക്യുസീനയും അതെല്ലാം, അതിൻ്റെ എല്ലാം ഓണറാണ് പുള്ളിക്കാരനുണ്ടായിരുന്നു. പിന്നെ അതുപോലെ മെട്രോ മീഡിയയുടെ ചെയർപേഴ്സൺ സിജി നായർ. അങ്ങനെ എല്ലാവരുമായിട്ടാണ് ഈ വിളക്ക് കത്തിക്കൽ സെറമണിയും അതോടൊപ്പം പിന്നെ എല്ലാവരും കുറച്ച് ചെറിയ ചെറിയ ആശംസാ പ്രസംഗമൊക്കെ നടത്തുന്നുണ്ട് എല്ലാവരും തന്നെ. ഇന്ന് വനിതാ ദിനമാണ്. ഈ ദിനത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. വനിതകൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം എന്നുള്ളതിനപ്പുറത്തേക്ക് എല്ലാ ദിവസവും വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ആയിക്കോട്ടെ, അങ്ങനെ ഉള്ളൊരു രീതി തന്നെ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്രാവശ്യത്തെ മോട്ടോ എന്ന് പറയുന്നത് തന്നെ ആക്സലറേറ്റ് ആക്ഷൻ എന്നാണല്ലോ പറയുന്നത്. വിശിഷ്ടാതിഥികളെല്ലാം സംസാരിച്ച് കഴിഞ്ഞു. പിന്നെ പ്രോഗ്രാമിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ മെട്രോ മീഡിയയുടെ ഒരു മാഗസീൻ്റെ പ്രകാശനമായിരുന്നു അടുത്ത പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട 20 വിശിഷ്ട വനിതകളെ ആദരിക്കുന്ന ഒരു ചടങ്ങായിരുന്നു. എല്ലാവർക്കും മെമ്മൻറ്റോയും ഒക്കെ കൊടുത്തിട്ട് നല്ലതായിട്ട്, അതായത് വളരെ സെലക്റ്റീവായിട്ട് കഴിവ് തെളിയിച്ച വളരെയധികം എംപവേർഡ് ആയിട്ടുള്ള കുറേ സ്ത്രീ രത്നങ്ങളെയാണ് അവിടെ ആചരിച്ചത്. അത് വിമൻസ് ഡേയുടെ ഭാഗമായിട്ട് അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. പ്രോഗ്രാമിൻ്റെ അടുത്ത ചടങ്ങെന്ന് പറയുന്നത് ഈ ബൈക്ക് റാലിയിൽ പങ്കെടുത്ത എല്ലാ വനിതകളെയും, സ്മാർട്ട് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ഈ വനിതകളെ എല്ലാവരും തന്നെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്ന ചടങ്ങായിരുന്നു. അങ്ങനെ ഓരോരോ ചടങ്ങുകളായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അടുത്തതായിട്ട് ഫൈനൽ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന ചെസ് ക്ലബ് മെമ്പേഴ്സ്, അവരുടെ സാന്നിധ്യത്തിൽ തന്നെ ചെസ് ക്ലബിൻ്റെ ഒരു ലോഗോ പ്രകാശനവും നടന്നു. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഈ പ്രോഗ്രാം ആസ് പ്ലാൻഡ് അജണ്ട അനുസരിച്ച് തന്നെ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫൈനലി എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു ഗ്രൂപ്പ് ഫോട്ടോ സെഷൻ. അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോയുടെ സെഷനും കഴിഞ്ഞു. ഇനി അടുത്ത വിഭവസമൃദ്ധമായ ഒരു ലഞ്ചും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പൂഞ്ഞിക്കര കുസീനയിൽ നിന്നുള്ള ഭക്ഷണമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഗംഭീരമായ ഭക്ഷണമാണ്, നമുക്ക് ഉറപ്പിച്ച് പറയാം. ഞാൻ ഇതിന് മുന്നേ അവിടെ പോയിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അവിടുത്തെ വളരെ സ്പെഷ്യലാണ്. അവിടുത്തെ സീ ഫുഡും നോൺ വെജും എല്ലാം വളരെ നാടൻ സ്വാദുള്ള ഗംഭീരം, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ വളരെ ഹോംലി ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല സ്പ്രെഡ് തന്നെ ഉണ്ടായിരുന്നു. വന്ന അതിഥികൾക്കും എല്ലാവർക്കും വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ലഞ്ചുമായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ലഞ്ചെല്ലാം ഇവിടെ നിന്ന് കഴിക്കുന്നു. വളരെ ഹാപ്പി ആയിരുന്നു. ഈ പ്രോഗ്രാം എല്ലാം നടക്കുന്നത് റോയൽ ഇമ്പീരിയൽ ക്രൂയിസ് വെസലിലാണ്. ഗംഭീരമായിട്ടുള്ള ഒരു ഗ്രാൻഡ് ഫങ്ഷൻ തന്നെയാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ വിഭവസമൃദ്ധമായ ലഞ്ചിനോടൊപ്പം തന്നെ വീണ്ടും മനോഹരമായ നൃത്തവും മ്യൂസിക് ബാൻഡിൻ്റെ പരിപാടിയും ഒക്കെ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭക്ഷണം കഴിച്ചുകൊണ്ടും ഭക്ഷണം കഴിച്ച് വന്നിരിക്കുന്നവർക്കും എല്ലാവർക്കും ഇത് ആസ്വദിക്കാനുള്ളൊരു ഒരു വലിയൊരു ഹാളാണ് കേട്ടോ ഈ ഷിപ്പിനകത്ത്, ഈ വെസലിനകത്ത്. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാം നടക്കുന്നതോടൊപ്പം തന്നെ
ഈ ഒരു വെസൽ മൂവ് ചെയ്ത് തുടങ്ങി. ശരിക്കും ഇതൊരു ക്രൂയിസാണല്ലോ, ക്രൂയിസ് ഷിപ്പാണ്. അപ്പോൾ ഇത് മുന്നോട്ട് കൊച്ചിക്കായലിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് കടലിൻ്റെ ഭാഗത്തേക്കൊക്കെ പോവുകയാണ്. നമ്മൾ അറിയുപോലുമില്ല, നമ്മൾ അതിനകത്ത് ഇരിക്കുവാണ്, അവിടെ ഡാൻസ് പാട്ടൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ വെസൽ വാസ് മൂവിങ്. ആ ഒരു രസകരമായ ഒരു അനുഭവമായിരുന്നു. നമ്മളൊരു ക്രൂയിസ് എടുക്കുന്ന പോലെ തന്നെ കടലിൻ്റെ ഭാഗത്തേക്ക് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചലിക്കുന്ന ഒരു കൊട്ടാരം പോലെ നല്ല രസമായിരുന്നു. അങ്ങനെ എല്ലാവരും നന്നായിട്ട് ആസ്വദിക്കുന്ന കുറേ നിമിഷങ്ങൾ തന്നെയായിരുന്നു ഇതെല്ലാം തന്നെ. ആൻഡ് ഫൈനലി എല്ലാവരും കൂടി ചേർന്നിട്ടൊരു ഐസ് ബ്രേക്കിംഗ് സെഷൻ പോലെ എല്ലാവരും ഡാൻസ് ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷൻ വന്നു. സാധാരണയായിട്ട് ഞാനിങ്ങനെ പബ്ലിക് ഡാൻസിങ് എനിക്ക് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്, എങ്കിലും എല്ലാവരോടും ഒപ്പം ഞാനും ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കൂടി. അപ്പോൾ എല്ലാവരും ഡാൻസ് ചെയ്തു. അകത്തായിരുന്നുകൊണ്ട് പുറത്തെ കാര്യങ്ങളൊന്നും അറിയുന്നില്ലായിരുന്നു. ഇവർക്ക് എത്ര 6 ക്രൂസ് ഉണ്ട് അല്ലേ, ക്രൂസ് ഷിപ്സ്. ഓക്കെ, സോ തിരിച്ച് കാറിലേക്ക്. അങ്ങനെ വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. അങ്ങനെ ആ വിമൻസ് ഡേ സെലിബ്രേഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഫൈനലി എല്ലാവരോടും യാത്ര പറഞ്ഞു. ഞാൻ എൻ്റെ സെക്കൻഡ് ഹോമിലേക്ക് പോവുകയാണ്. നമ്മുടെ സെക്കൻഡ് ഹോം, കാരണം ഇന്ന് വനിതാ മാഗസീനിന് വേണ്ടിയിട്ട് വൈകുന്നേരം ഞാനൊരു ഫോട്ടോഷൂട്ടിന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് എന്തായാലും ഞാൻ കൊച്ചി വരെ വന്നതല്ലേ, അപ്പോൾ അതും കൂടി തീർത്തിട്ട് തിരിച്ചിന്ന് രാത്രി തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചിരുന്നു. അപ്പോൾ അത് ഷെഡ്യൂൾഡ് വർക്കാണ്. അപ്പോൾ നേരെ സെക്കൻഡ് ഹോം അവിടെ ചെന്നിട്ട് ഈ സാരിയിൽ തന്നെ ആയിരിക്കും 1-2 ഫോട്ടോസ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് കോസ്റ്റ്യൂം ചേഞ്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ വനിതയുടെ ഈ ഫോട്ടോഷൂട്ടിൻ്റെ ഫോട്ടോസ് എല്ലാം തന്നെ ഇപ്രാവശ്യത്തെ വനിതാ മാഗസിനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഓൾറെഡി പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ കാണുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ. LN വ്ളോഗ്സിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും റമദാൻ ആശംസകൾ.